പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഒരുപക്ഷെ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. എങ്കിലും കൂടുതൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതലായിട്ട് ആളുകൾ പ്രയോഗിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത്. കുട്ടനാട്ടിൽ ഇപ്പോൾ വിത്ത് വിതച്ച് കൃഷി ആരംഭിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഈ കാണുന്നത് വിത്താണ്. ഒരുപക്ഷെ സാധാരണ മനുഷ്യർ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നെല്ലായിട്ടേ തോന്നുകയുള്ളൂ. ഇത് വിത്താണ്. വിത്ത് വിതയ്ക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നമ്മൾ സാധാരണ മനുഷ്യർ കൈകൊണ്ടാണ് പാടങ്ങളിൽ വിതയ്ക്കാറുള്ളത്. എന്നാൽ ഇവിടെ വേറിട്ട രീതിയിലുള്ള ഒരു വിത്ത് വിതയ്ക്കൽ പരിപാടിയാണ്. ഇത് വിതയ്ക്കലല്ല, ഇത് വേറൊരു തരത്തിലുള്ള ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഞാൻ ഈ തലവടി പ്രദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു പാടത്ത് ഒരു കണ്ടത്തിൽ വിത്ത് വിതയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് ഞാനിത് എന്താണെന്നറിയാൻ വേണ്ടി ഞാനിന്ന് അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു അച്ചായൻ നിൽപ്പുണ്ട്. നമുക്ക് അച്ചായൻ, എനിക്ക് തോന്നുന്നത് അച്ചായൻ ഇതിൻ്റെ കർഷകനാണെന്ന് എനിക്ക് തോന്നുന്നു. അച്ചായ നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് ജേക്കബ് മാത്യു. ഓക്കെ. ഇത് എന്താണ് ഈ രണ്ട് വീലിൽ ഈ പ്ലാസ്റ്റിക് ഡ്രമ്മുകളും ഒക്കെ ആയിട്ടൊരു സാധനം, ഇതെന്താണിത്? ഇത് നമ്മുടെ പുതിയ രീതിയിലും ചിലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ എളുപ്പത്തിലും ചെയ്യാവുന്ന ഒരു വിത്ത് വിതയ്ക്കൽ മാർഗമാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ഡ്രം സീഡർ എന്ന് പറയും, മലയാളത്തിൽ വിത്ത് വിതയ്ക്കൽ യന്ത്രം. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അച്ഛാ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് കുറച്ച് മതി. സാധാരണ ഒരു ഏക്കറിന് 40 മുതൽ 60 കിലോ വരെയാണ് ഒരു ഏക്കറിന് വിതയ്ക്കുന്നത്. എന്നാൽ ഈ മെഷീൻ ഉപയോഗിച്ച് വിതയ്ക്കുകയാണെങ്കിൽ ഒരേക്കറിന് നമുക്ക് 10 മുതൽ 12 കിലോ വിത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരേക്കർ വിതയ്ക്കുന്നതിനുള്ള വിതകൂലി ഏകദേശം 1400-1500 രൂപയോളം വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ഒരാളുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് മതിയാവും. ഞാൻ 2 പേരെ വേറെ പണികളുണ്ടായിരുന്നുകൊണ്ട് 2 പേരെ വെച്ചതാണ്. ഒരാളെ കൊണ്ട് തന്നെ 2.5 ഏക്കർ മുതൽ 3 ഏക്കർ വരെ ഒരാളെ കൊണ്ട് തന്നെ വിത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കിത് വളരെയധികം ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ്. വിത്തിലൂടെ നമുക്ക് ലാഭിക്കാം, അതിൻ്റെ വിതകൂലിയുടെ ലാഭിക്കാം, അങ്ങനെ ഒരുപാട് പ്രയോജനമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്നത് ഗവൺമെൻറ് നിർദ്ദേശം എന്ന് പറയുന്നത് ഒരേക്കറിലേക്ക് 40 കിലോ മതിയെന്നാണ് പറയുന്നത്. അത് 60 കിലോ വരെയാണ് വിതയ്ക്കുന്നത്. അത് വെറുതെ വേസ്റ്റായി പോവുകയാണ്. അതായത് കൃഷിശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു ചോട്ടിൽ നിന്ന് ഏതാണ്ട് 60 ചെനപ്പ് വരെ പൊട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു കിഴുത്തയിൽ കൂടെ വീഴുന്ന ഏതാണ്ട് 2-3 വിത്താണ്. നമുക്ക് ഏതാണ്ട് 180ഓളം ചെനപ്പ് ഒരു ചോട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് വിളവ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിത് വിതച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വായു സഞ്ചാരം കുറവായിരിക്കും. ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് വായു സഞ്ചാരം കൂടി കീടശല്യത്തിൻ്റെ കുറവായിരിക്കും. അപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ഈ കൃഷിവിളയ്ക്ക്, പ്രത്യേകിച്ച് നെൽച്ചെടികൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു കൃഷി വിതയ്ക്കൽ രീതി, അല്ലെങ്കിൽ ഇടൽ രീതിയാണ്, അല്ലെങ്കിൽ വിത്തിടൽ രീതിയാണ് ഈ സീഡ് ഡ്രമ്മർ ഉപയോഗിച്ച് നടത്തുന്നതെന്നാണ് ബഹുമാനപ്പെട്ട ഈ കർഷകനായിട്ടുള്ള ഈ ജേക്കബ് അച്ചായൻ പറയുന്നത്. ഏതായാലും നമുക്ക് ഈ വിത്തിടുന്ന രീതി ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഈ വയലിൽ, ഈ കണ്ടത്തിൽ ഈ വിത്ത് എങ്ങനെയാണ് അവരിടുന്നത്, ഈ ഡ്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് നമുക്ക് ഒന്നിപ്പം കാണാനായിട്ട് നമുക്ക് സാധിക്കും. അവരിപ്പോൾ അതിൻ്റെ അകത്ത് ഡ്രം ഉപയോഗിച്ച് അതിൻ്റെ ഡ്രമ്മിൻ്റെ അകത്ത് വിത്ത് അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം അതെങ്ങനെയാണ് ആ വിത്ത് അവർ ഈ പാടത്തിടുന്നതെന്ന് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. അവർ കരയിൽ വെച്ചിരുന്ന വിത്ത് മൊത്തം ആ ഡ്രമ്മുകളിൽ അവർ നിറച്ച് ആ ഡ്രമ്മിൻ്റെ അടപ്പുകൾ അവരിപ്പോൾ അടച്ചിട്ട് അടുത്ത പ്രവർത്തനത്തിലേക്ക് അവർ നീങ്ങുകയാണ്. ഇത് വളരെ ഇവിടുത്തെ ചെളി വളരെയധികമായി അയഞ്ഞ ചെളിയാണ്. അതുകൊണ്ടാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇത്രയും അധികമായിട്ടുള്ള കഷ്ടപ്പാട് വരുന്നത്. സാധാരണഗതിയിൽ ഇത്രയും പ്രശ്നമില്ല. കണ്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് അവരിപ്പോൾ കണ്ടത്തിലേക്ക് സീഡ് ഡ്രമ്മർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സീഡ് ഡ്രമ്മർ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. आप इधर देखो, चलो इधर देख करके जाओ, पीछे ना चलो. അതുണ്ട്. ഈ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ ഈ നാട്ടിലൊക്കെ കുട്ടികൾ
ഈ സൈക്കിളിൻ്റെ ഇതൊക്കെ സൈക്കിൾ ടയറും മറ്റുമൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്ന ലാഘവത്തോടു കൂടിയാണ് 2 വീലുള്ള ഈ സീഡ് ഡ്രമ്മർ ഉപയോഗിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ പാടത്ത് വിത്തിടുന്നത്. അത് വിത്ത് വീഴുന്നതൊക്കെ നമുക്ക് കാണാം. വളരെ കൃത്യമായ അകലത്തിൽ കൃത്യമായ രീതിയിൽ എണ്ണങ്ങളാണ് വീഴുന്നത്. നെന്മണികൾ വളരെ കൃത്യമായ എണ്ണത്തിൽ തന്നെയാണ് വീഴുന്നത്. അതിന് കൃത്യമായ അകലവും കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലും വലിയ തോതിൽ സാമ്പത്തിക നേട്ടമുള്ള ഇത്തരത്തിലുള്ള കാർഷിക സമ്പ്രദായങ്ങളാണ് കുട്ടനാട്ടിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഈ തരത്തിലുള്ള പരീക്ഷണ സംവിധാനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള നേതൃത്വവും കൊടുക്കുന്ന, അല്ലെങ്കിൽ പരീക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്ന പ്രിയപ്പെട്ട കർഷകനായ ജേക്കബ് അച്ചായന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു.